ഹലോ ഗ്രീൻ ട്യൂബിളിന്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തിട്ടാന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഞ്ചി തുഴയാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ വഞ്ചിക്ക് ഇറങ്ങാം. നമ്മുടെ ചേട്ടന്റെ വഞ്ചിയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തുഴയാൻ പോണത്. അപ്പൊ നമുക്ക് ഇത്തിരി പേടിക്കുന്നുണ്ട്. എന്നാലും കേറാം. വഞ്ചിയേ നമ്മുടെ ശരത്ത് ചേട്ടന്റെ വഞ്ചിയാണ് കേട്ടോ. അപ്പൊ ഞാനിത് കേറുമ്പോ ഇത്തിരി പേടിയുണ്ട്. അതാണ് ചേട്ടാന്ന് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് വേറൊരാള് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വഞ്ചി തുഴയാൻ നോക്കാം, പഠിക്കാൻ നോക്കാണ്ടാ. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു ചേട്ടനുണ്ട്. തുഴയല്ല ഫോണിലോ ഇങ്ങനെ തള്ളി തന്നോ. ചെറിയൊരു പേടിനിട്ടോ, ഞാൻ തുഴയാണ്. ചെറിയൊരു പേടിന് എനിക്ക്. പഞ്ചായത്തിന്റെ അവിടെ പിടിച്ചത് തുഴയും. ഇവിടെ നോക്കാക്കല്ലേ. അപ്പൊ ബാക്കിക്ക് ചെറുതായിട്ട് പോയോണ്ടിരിക്കണ്ടാ. ഇത് നമ്മുടെ സ്ഥലം എവിടെയാന്ന് വെച്ചാലേ ആനന്ദപുരം തറക്കിലമ്പലം കൂടി വരുമ്പോഴേ കോന്തുപുലം എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ ഭാഗം ഉണ്ടെന്ന് പറയുന്നത്. വഞ്ചി നമ്മൾ എത്ര കുലിക്കാലും അതാത് സ്ഥലത്ത് വന്ന് നിൽക്കണ്ടാ. കുറച്ച് പേടിക്ക് പോയിട്ടാ. നേരത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ 2 പ്രാവശ്യം കേടി ഇറങ്ങി കാരണം കുറച്ച് പേടി മാറിയിട്ടുണ്ട്. ഇപ്പൊ എവിടേക്ക് പോകണ്ടെന്നൊരു പിടുത്തില്ല. അടിപൊളിയാട്ടാ. വഞ്ചി എടുക്കാനുള്ളവരൊക്കെ ഇപ്പൊ എടുത്തോട്ടാ. അടിപൊളിയാണ്. ഞങ്ങള് ബീച്ചിൽ പോയിണ്ടായിരുന്നു. ബീച്ചിൽ പോയപ്പോ അതേപോലെ വട്ടവഞ്ചിയിൽ കയറിയിട്ട് അവര് അവസാനം സെന്ററിൽ എത്തിയിട്ട് നമ്മളെ വട്ടം കറക്കും എന്ന് പറയണത് ഒടുക്കത്തെ കറക്കലാണ്. ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അന്നത്തെ പേടി കാരണം ഞാൻ അധികം വഞ്ചിയിൽ കയറാറില്ല. വഞ്ചി കെട്ടിയിട്ട വഞ്ചിയിൽ കയറാറുണ്ട്, അല്ലാണ്ട് ഞാൻ കയറാറില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വഞ്ചി തുഴയുന്ന നോക്കുമ്പോ മനസ്സിനൊരു സന്തോഷം, പിന്നെ ആ പേടിയൊക്കെ പോയി. എന്നിട്ട് പറയണ്ടെന്ന് അറിയില്ല, അത്രയ്ക്കും സന്തോഷമുണ്ട്. ഇത്ര നേരം ഞാൻ തുഴഞ്ഞതേ ഒരു കയ്യിൽ പങ്കായും ഒരു കൈ ഇവിടെയും പിടിച്ചിട്ട് ഞാൻ തുഴഞ്ഞേട്ടോ. അത് കണ്ട ഇതേപോലെയാണ് തുഴഞ്ഞത്. ഇപ്പൊ 2 കൈയും പിടിച്ച് തുഴയാനായിട്ട് ഒരു ധൈര്യം കിട്ടി. ഇത് എവിടേക്ക് പോണെന്ന് അറിയില്ലല്ലോ. ഒരു അന്തം കുന്തില്ലാത്ത പോക്കാട്ട നമ്മൾ പോയോണ്ടിരിക്കണേ. അടിപൊളിയാട്ടാ. ഇനി നമുക്ക് വഞ്ചി ഒന്ന് നേരാക്കിയിട്ട് ഫ്രണ്ടിലേക്ക് പോട്ടാ. ഇത്ര നേരം ബാക്കിക്കല്ലേ പോയേ. അപ്പൊ ഇനി എങ്ങനെ ചെയ്യേണ്ടത്? അപ്പൊ നമ്മളിത് ഫ്രണ്ടിക്ക് തുഴഞ്ഞോണ്ടിരിക്കാണ്. വട്ടം കറങ്ങണ്ടാ. ശരിക്കും വട്ടം കറങ്ങണ്ട്. എന്റെ അമ്മേ, ഞാനൊരു ഡ്രൈവറായിട്ടാ. വഞ്ചി ഡ്രൈവറായിട്ടാ. ഡ്രൈവറ്. ഇതിന്റെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിച്ചോളൂട്ടാ. ഹായ്, ഇപ്പൊ സെറ്റപ്പ് ആയിട്ടാ. അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ടത് തന്നെ പോണ്ട്. ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട് അടിയില്. ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് ആഴമൊന്നും നമുക്കറിയില്ലട്ടാ. എത്രത്തോളം ആഴം ഉണ്ടെന്നൊന്നും അറിയില്ലട്ടാ. പോയിക്കൊണ്ടിരിക്കുന്നേ. ഇതിന്റെ ഇവിടെ വരെ ഞാനേ ആ ഭാഗത്തൊക്കെ ഞാൻ ചൂണ്ടാൻ വരാറുണ്ട്. പക്ഷെ ഈ സെൻട്രലിലേക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. സത്യത്തില് ഞാനൊരു കുറച്ച് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കയ്യിലുള്ള മീനുണ്ടല്ലോ മയിൽവാഴക്കൊക്കെ പിന്നെ ചൂണ്ടിട്ട് പിടിച്ച ബ്രാലിലൊക്കെ തീറ്റെടുക്കാൻ വന്നതാണ്. ഞാൻ ചൂണ്ടാനായിട്ട് പരല് പിടിക്കാൻ വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ചേട്ടനും ഇവിടെ നിന്ന് ചൂണ്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് പറഞ്ഞു വഞ്ചി ആളുടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് കയറണം. അപ്പൊ ആള് പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര പേടിയാണ് വെള്ളത്തില്. ഒറ്റ നീന്തും, പക്ഷെ എന്നാലും ഇങ്ങനെ വഞ്ചി കയറി കഴിഞ്ഞാൽ ഈ വഞ്ചി പ്രശ്നമാണ്. അപ്പൊ അത് കാരണം എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് പേടിയുള്ള കാരണം ഞാൻ വഞ്ചിയിൽ കയറുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ ആള് നിർബന്ധിച്ച് കയറ്റിയതാണ്. ഇപ്പൊ ആ പേടി പോയിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും പേടിയില്ലാന്ന് പറഞ്ഞില്ല. നമ്മളെ അവിടെ ഒരു തുരുത്തുണ്ട്, ആ ഭാഗത്തേക്ക് ഇനി പോയോണ്ടിരിക്കണേ. വഞ്ചിക്ക് ഇത്തിരി വീതി കൂടുതലുള്ള കാരണം 2 സ്ഥലത്തേക്ക് എത്തണില്ല എനിക്ക്.
നമ്മുടെ ജീവിതത്തിലെ പേടിയുള്ള ആൾക്കാരുണ്ടല്ല, പേടിയുള്ള ആൾക്കാര് എന്ത് പേടിയാണെങ്കിലും നമ്മള് പേടി തരണം ചെയ്ത് പോണം കേട്ടോ. അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ അത് ഇന്നത്തോടെ പേടി മാറിയിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതാ തുരുത്തിന്റെ അവിടേക്ക് പോകാം. ഇത്തിരി ധൈര്യമായി എന്ന് വെച്ചാല് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടൊരു ചേട്ടനുണ്ട്. അത് കാരണം കൊണ്ട് ആളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് അപ്പോഴാണ് നമുക്ക് ധൈര്യം കൂടുതൽ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ സ്വയം നമ്മള് വഞ്ചിയെടുത്ത് പോണതല്ല. നമുക്ക് ഒരാൾ പുറകിൽ നിന്ന് നമ്മളെ മുന്നോട്ടേക്ക് നമ്മള് നയിക്കുന്നില്ല. അപ്പൊ അതില് നമുക്കൊരു ആനന്ദം കണ്ടെത്തണം. അപ്പൊ നമ്മളിത് പോയോണ്ടിരിക്കുന്നത് എത്ര ദൂരെ നമ്മൾ ആ ബൈക്കറല്ലേ അവിടെ നിന്നാണ് നമ്മൾ വന്നേക്കാം. ഏകദേശം സെന്റർ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പോയോണ്ടിരിക്കണ്ട. അവിടെ കുറെ ചൂണ്ടൽക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇതിപ്പോ നമ്മള് തുഴയാ അറിയില്ല എന്ന് പറഞ്ഞില്ല. ഇതിപ്പോ ഇപ്പുറത്തേക്ക് കുട്ടുമ്പോഴേ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിയുന്നുണ്ട്. വേണ്ട അങ്ങോട്ട് തിരിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടേക്ക് തിരിയുമ്പോ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പങ്കായ എന്ന് പറയുന്നത് ഈ വഞ്ചിയുടെ ഒരു സ്റ്റീറിംഗ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മള് പോയോണ്ടിരിക്കുന്നത്. അതുപോലെ വഞ്ചി തുഴയാൻ പഠിച്ചു. പക്ഷെ അപ്പൊ അതേ നമ്മള് തുരുത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ആ കാണാനാണ് തുരുത്ത്. അപ്പൊ ഇവിടേക്കൊന്നും ജീവിതത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നിയതല്ല. പക്ഷെ ഇപ്പൊ നമ്മള് വന്നിട്ടുണ്ട് ഇവിടെ വരെ. ഇത് നമ്മള് ഇവിടെ മുട്ടാൻ പോയി ഇപ്പൊ ഞാനും ചെയ്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ആള് പറഞ്ഞത് നമ്മള് പങ്കായി സ്റ്റേഡിയായിട്ട് ഇങ്ങനെ കുത്താ. അപ്പൊ ഈ ഫോഴ്സിൽ നമ്മുടെ ഈ വഞ്ചി ഇങ്ങോട്ട് ഈ വലത്തോട്ട് തിരിയും. അതേപോലെ തന്നെ ഇങ്ങോട്ട് അടിക്കാൻ വരാണെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിയും, ലെഫ്റ്റിക്ക് തിരിയും. അപ്പൊ അങ്ങനെയായിട്ട് ഇതിന്റെ സിസ്റ്റം വരുന്നത്. ഈ പങ്കായം വഞ്ചിയുടെ സിസ്റ്റം വരുന്നത് അങ്ങനെയാണ്. എന്റെ അമ്മ എന്തോരം ദൂരം നമ്മ വന്നേന്ന് അറിയോ? വഞ്ചി കഴിഞ്ഞ ശരിക്കും വയ്യണ്ടായിട്ടാ. നന്നായിട്ട് വയ്യണ്ടായിട്ട് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടാ. കടീന്ന് അടിപൊളിയാ. നിങ്ങള് വഞ്ചി എടുത്തോ തുഴഞ്ഞോ. സന്തോഷമുണ്ട്. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണം അറിയില്ല കേട്ടാ. ചെറിയൊരു പേടി ഉണ്ടെന്നാലും എങ്ങനെ പ്രകടിപ്പിക്കണം അറിയുന്നില്ല. അത് കാരണം ഞാൻ എങ്ങനെയൊക്കെ പറയുന്നത്. ഇനി സുഹൃത്ത് നമുക്ക് വട്ടം കറങ്ങിയിട്ട് വരാം കേട്ടോ. വലിയിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് വെക്കാട്ടോ. ആ തുരുത്ത് നമുക്ക് വട്ടം കറങ്ങാം. ശരിക്കും അടിപൊളിയായിട്ടത്. എനിക്ക് വഞ്ചി എടുക്കണമെന്ന് ഏതാ അവിടെ കുറെ ആൾക്കാർ ചൂണ്ടണം കേട്ടോ. നമ്മുടെ പണ്ടത്തെ സ്ഥലമാണ് അവിടെ ചൂണ്ടുന്നത്. ഇപ്പൊ നമ്മുടെ വരാറില്ല ചൂണ്ടായിട്ട്. നമ്മുടെ അനന്തപുരം ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പൊ അവിടെയാണ് ചൂണ്ടാൻ വന്നിരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വരല് കുറവാണ്. ഇതൊക്കെയാണ് നമ്മുടെ തട്ടം കേട്ടോ. നമ്മൾ ചൂണ്ടലൊക്കെ പഠിച്ച തട്ടൊക്കെ വേണ്ട. അതും കൂടി പറയണം. നല്ല രീതിയിൽ ഇവിടുന്ന് മീൻ കിട്ടും. കരിമീനൊക്കെ വലിയ പാള പോലത്തെ കരിമീനൊക്കെ കിട്ടിയിരുന്നത് ഇവിടുന്ന്. പിന്നെ അതുപോലെ നമ്മുടെ അവിടെ ഇപ്പൊ അവിടേക്കാണ് പോണത്. നമുക്ക് തൊട്ടടുത്ത് അവിടെയാണ്. അത് കാരണം ഇവിടെ വന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴാണ് ചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. ഇങ്ങനെ വഞ്ചിയിൽ തുടങ്ങുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തുരുത്തും മേടിക്കാൻ പോകട്ടെ. അപ്പൊ അത് കാരണം ഇത് പങ്കായി വെച്ച് സ്റ്റോപ്പ് ചെയ്തൊക്കെ വണ്ടി ഇത് തിരിഞ്ഞു വരണണ്ട. അടിപൊളിയല്ലേ. കുറച്ചേരം പിടിക്കണം എന്നാലേ വളഞ്ഞു വരണല്ലോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റീറിങ് ബൈക്ക് അതായത് കാറിന്റെ സ്റ്റീറിങ് പോലെ വളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയില്ല. ഇതിൽ ഇത്തിരി സമയം കൊടുത്താൽ മാത്രമേ വളഞ്ഞു വരണോ കേട്ടോ. അതും കൂടി പറയണം. വയ്യണ്ടേ. അച്ഛന അടിപൊളിയാട്ടാ.
കരയിലിരിക്കാറ്, കരയിലിരുന്ന് ചൂണ്ടാണ് ചെയ്യാറ്. അപ്പൊ നമ്മ വിചാരിക്കും ആ ഭാഗത്താണ് നല്ല ഭംഗിയെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കയറിയിട്ട് നമ്മള് ഈ ഭാഗത്ത് നോക്കുമ്പോ നല്ല ഭംഗി കാണാനായിട്ട്, കര കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മള് തുഴഞ്ഞ് എന്റെ പേടി ഒരുവിധം മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കരയ്ക്ക് പോവാം. അപ്പൊ നമ്മൾ കര എത്താറായിട്ട് ചേട്ടൻ പല സെറ്റ് ചെയ്യുന്നുണ്ട്. ആളിപ്പോ ഇറങ്ങാനുള്ള പരിപാടിയാട്ടാ. ഞാൻ നേരം വൈകി, അല്ലെങ്കിൽ ചൂണ്ട സ്റ്റിക്ക് അടിനെ കാണിച്ചു തരായിരുന്നു. ശരിക്കും പേടി പോയിട്ടാ സെറ്റ് ആയി ചേട്ടാ. വഞ്ചി എടുക്കണം, കയാക്ക് എടുക്കണമെങ്കിൽ ഭയങ്കര താല്പര്യ. പക്ഷെ സ്റ്റീറിംഗ് കണ്ട അവനെ പങ്കായ സ്റ്റീറിംഗ് കണ്ട. ശരിക്കും ഇതുണ്ടെങ്കിലായിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂട്ടാ. ഇത് വഞ്ചിയില് നമ്മുടെ ഈ പങ്കായ ഉണ്ടല്ല, വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് പൊന്തി കിടക്കും. കണ്ട കുത്താലും പൊന്തി കിടക്കും. അങ്ങനെ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ വഞ്ചിയിൽ കയറിയത്. അപ്പൊ നമുക്ക് നേരെ കരയ്ക്ക് പോവാം. തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളിയാട്ടാ. നമ്മളിത് കരയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ. അപ്പൊ എന്റെ ജീവനും കൊണ്ട് ഞാൻ ഇവിടെ കരയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തല്ലോ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പിടിക്കണം. ബൈ. അതുപോലെ തന്നെ എൻ്റെ ഇത് ഒരു പ്രാവശ്യം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ അടുത്ത വീഡിയോയിലാണ്. ബൈ.